ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു റെഡിമെയ്ഡ് ബ്ലൗസാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് എനിക്ക് ഇന്നലെ രാവിലെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അത് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ എനിക്ക് അൺബോക്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് അന്ന് ആ ഒരു ടൈമിൽ ഇന്നലെ രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഉച്ചയ്ക്ക് അത് പൊളിച്ചിട്ട് അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചവരെ വെയിറ്റ് ചെയ്തേ. ഉച്ചയ്ക്കും എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ വൈകുന്നേരം അങ്ങനെ രാത്രി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. രാത്രി ആകുമ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് കരുതി. രാത്രി എനിക്ക് പറ്റാണ്ടായപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റാണ്ടായപ്പോഴത്തേക്കും അത് പൊളിച്ചിട്ട് ഉള്ളിലത്തെ അതെങ്ങനെ ഉണ്ട്, ഞാൻ ഉദ്ദേശിച്ച സാധനമാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കൊരു പുതു സാധനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര ഉണ്ടാവുമല്ലോ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാനത് പൊളിച്ചിട്ടോ. പൊളിച്ച് സംഭവം ഞാൻ കണ്ടു കഴിഞ്ഞു. അത് ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനത് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. പുറത്താണ് ഇരിക്കുന്നത്, ഭയങ്കര വെയിലുണ്ട്. ഇതാണ് ആ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത്. ഞാൻ ആ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള സെയിം സാധനം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ബ്ലാക്ക് കളറിൽ ഗോൾഡൻ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത്. ഇവിടെ ഇങ്ങനെ കണ്ടോ, പഫ് സ്ലീവ് ആണ്. ക്ലോത്ത് വന്നിട്ട് കറക്റ്റ് ചെയ്തെന്ന് കുറച്ചൊരു പൊന്തി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഒരു നെറ്റല്ല, എന്നാൽ ലൈനിങ് കൈൻ്റെ ഭാഗത്ത് ലൈനിങ് വന്നിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു തരട്ടെ. ഇത് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു ബ്ലൗസ് ആയിട്ട് തോന്നി. ഇതൊരു സ്ട്രെച്ചറബിൾ ആയിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ. ബനിയൻ ക്ലോത്ത് ടൈപ്പാണ്. നമുക്ക് വലിയുന്ന ടൈപ്പാണേ. പക്ഷെ ഇത് കണ്ടാൽ ഈ ഒരു സ്ട്രെച്ചറബിൾ ബ്ലൗസ് ആണെന്ന് മനസ്സിലാവത്തേ ഇല്ല. നമ്മുടെ സാധാ ഈ ബ്രൊക്കേഡ് ബ്ലൗസ് ഒക്കെ ഇല്ല, അതൊക്കെ മാതിരിയാണ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തിരിയും. ഇതിനെ വലിച്ചു നോക്കിയാൽ മാത്രമാണ് നമുക്ക് സ്ട്രെച്ചറബിൾ ബ്ലൗസ് ആണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അത് നോർമൽ സാധാ ബ്ലൗസ് മാത്രം. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, പ്രിന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് അലക്കിക്കഴിഞ്ഞാൽ പ്രിന്റ് പോവോ എന്നൊരു ചെറിയൊരു സംശയമുണ്ട്. എന്തായാലും എനിക്കറിയില്ല, അലക്കി നോക്കിയിട്ട് നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാം. ഷോർട്ട് സ്ലീവ് ആണ്. ഷോർട്ട് സ്ലീവ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര വരും. 3/4 അല്ല, തീരെ കുഞ്ഞി കയ്യുമല്ല, ഒരു ഏകദേശം ഇത്രയാണ് വരുന്നത്. റൗണ്ട് നെക്കാണ് വരുന്നത്. എന്തായാലും നല്ല ഭംഗിയുള്ള അടിപൊളി ബ്ലൗസാണ്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 317 രൂപയാണ്. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ്. 317 രൂപയ്ക്ക് നമുക്ക് സാധാരണ തുണിയൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കുമ്പോഴത്തേക്ക് എന്തായാലും അതിലൊക്കെ കൂടുതൽ പൈസ വരുമല്ലേ. അപ്പം ഇത് 317 രൂപയ്ക്ക് ആ പൈസക്ക് നല്ല സാധനമാണ്. ആ പൈസ മുതലായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം കാഴ്ചയിലാണ്. ഇനിയിപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. അപ്പം ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു ധാവണി സെറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായില്ല. സ്റ്റിച്ച് ചെയ്തത് ഇഷ്ടമായില്ല കഴുത്തിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ അതിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പിസ്ത പച്ച കളറിലുള്ള ബ്ലൗസിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡിഫറെൻറ്റ് കളർ അവൈലബിൾ ആണ്. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കും. നിങ്ങൾ എന്തായാലും വേണ്ടവരൊന്ന് കയറി നോക്കിക്കോളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.